ഇന്ത്യയിൽ വിചാരണ നേരിടാതിരിക്കാൻ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരകനായ ഭീകരൻ തഹാവൂർ ഹുസൈൻ റാണ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടു. റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യുഎസ് സുപ്രീം കോടതി അനുമതി നൽകി. കീഴ്ക്കോടതി കുറ്റം ചുമത്തിയതിനെതിരെ റാണ സമർപ്പിച്ച പുനഃപരിശോധന ഹർജിയും തള്ളി. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ 166 പേർ കൊല്ലപ്പെട്ട 2008 മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് വിട്ടുകിട്ടാൻ ഇന്ത്യ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്ന ഇയാളാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ കീഴ്ക്കോടതികളിൽ നടത്തിയ നിയമ പോരാട്ടം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് റാണ യുഎസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി തള്ളണമെന്ന് യുഎസ് സോളിസിറ്റർ ജനറൽ കഴിഞ്ഞ മാസം 16 കോടതിയോട് അഭ്യർത്ഥിച്ചു. റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള യുഎസ് സർക്കാർ ശുപാർശയെ ഡിസംബർ 23 പ്രതിഭാഗം അഭിഭാഷകൻ ചോദ്യം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 21 കോടതി റിട്ട് ഹർജി തള്ളി. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഗൂഢാലോചനക്കാരിൽ പ്രമുഖനായ പാക് അമേരിക്കൻ ലഷ്കർ-എ തോയ്ബ ഭീകരനും കനേഡിയൻ പൗരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്നായിരുന്നു റാണയുടെ പ്രവർത്തനങ്ങൾ. മുംബൈ ഭീകരാക്രമണത്തിന് ഇരയായവരിൽ 10 പേർ യുഎസ് പൗരന്മാരാണ്. ഡെൻമാർക്കിലെ ഒരു ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2009 റാണയെയും ഹെഡ്ലിയെയും യുഎസ് അന്വേഷണ ഏജൻസിയായ FBI അറസ്റ്റ് ചെയ്തിരുന്നു. ലഷ്കർ-എ തോയ്ബയെ സഹായിച്ചതിന്റെ പേരിൽ റാണ കുറ്റക്കാരനാണെന്നും 2011 യുഎസ് ഫെഡറൽ കോടതി കണ്ടെത്തി. 2007-2008 കാലയളവിൽ 5 തവണ ഇന്ത്യയിലെത്തിയെന്നും മുംബൈ ഭീകരാക്രമണത്തിന് ഒത്താശ ചെയ്തെന്നും യുഎസിൽ ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ ഹെഡ്ലി സമ്മതിച്ചു. 5 വർഷ കാലാവധിയുള്ള വിസ സംഘടിപ്പിക്കാൻ റാണയാണ് സഹായിച്ചതെന്നും വെളിപ്പെടുത്തി. മുംബൈ ഭീകരാക്രമണത്തിൽ ലഷ്കർ-എ തോയ്ബയുടെ പങ്ക് വെളിപ്പെടുത്തിയതും ഹെഡ്ലിയാണ്. ഭീകരാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി റാണ ഭാര്യയുമൊത്ത് മുംബൈയിലെത്തി താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. ഭീകരരുടെ പ്രധാന ആക്രമണ കേന്ദ്രങ്ങളിലൊന്ന് ഇതേ ഹോട്ടലായിരുന്നു. റാണയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് 2019 ഇന്ത്യ ആദ്യമായി യുഎസിനെ സമീപിച്ചതും തുടർന്ന് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും യുഎസിലെ നടപടിക്രമങ്ങൾ തടസ്സമായി. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഫെഡറൽ കോടതി റാണയെ ഇന്ത്യക്ക് കൈമാറാൻ ഉത്തരവിട്ടു. ഈ മാസം ആദ്യം അത് സുപ്രീം കോടതി ശരിവെച്ചതിനെ തുടർന്നാണ് റാണ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചത്. റാണയെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ മുംബൈ ഭീകരാക്രമണ കേസിലെ വിട്ടുപോയ കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രതീക്ഷ.